കാളങ്ങൾ ചിതറിത്തിരിയുന്ന സന്ധ്യയിൽ ഞാൻ ദിക്കറിയാതെ പകച്ചു നിന്നു. റെയിൽ ചക്രങ്ങളുടെ താളമായിരുന്നു എന്റെ ഹൃദയമിടിപ്പ്. എന്റെ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു വഴി വേണം. തണലുള്ള, നിഴലുള്ള, കാറ്റുള്ള ഒരു വഴി. ഇതായിരിക്കാം എന്റെ വഴി. ഉഷ ചേച്ചിയുടെ അടുത്തേക്കാവും. എന്തായാലും മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. മനസ്സൊന്ന് തണുത്തോട്ടെ. സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു. എല്ലാം വിധിയാ. വണ്ടി ഇന്ന് റൈറ്റ് ടൈമിന് തന്നെയാണ് തോന്നുന്നു. Hello?
ഇങ്ങോട്ട് നോക്കി. രവിക, നമ്മുടെ ഹണിമൂണിന് കാറും ട്രെയിനും ഒന്നും വേണ്ട, നമുക്ക് ട്രോളി മതി. എന്താ? എന്തിനാ ഹണിമൂണിന് മാത്രമാക്കുന്നത്? അത് കഴിഞ്ഞ് തൊട്ടിലിന് പകരം നമുക്ക് ഈ ട്രോളിയാക്കാം. എന്താ? പിന്നെ ഡിപ്പാർട്ട്മെന്റ് അറിയണ്ട നമ്മുടെ ട്രോളിയിലുള്ള റൊമാൻസ്. കാൽപ്പായ കടലാസ് എഴുതി കൈത്തരും. പിന്നെ നമ്മുടെ ജോലി. പക്ഷേ പേടിച്ചു പോയി. ഇതെന്താ വീട്ടിൽ ഈ നേരത്ത്? അത് അങ്ങനെ ഇരിക്കും തോന്നി. ഉഷ ഒന്ന് കാണണമെന്ന് തോന്നിയ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വാമിയെ പിടിച്ച് 10 മിനിറ്റ് കൗണ്ടറിൽ എടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. ഇരിക്കെ. എന്തൊരു വിശപ്പ്. അപ്പോ രവേട്ടന്റെ ചോറ് ഞാൻ അവിടെ പോയി കഴിച്ചോളാം. ഒരുപാട് തിന്നാലേ തടി കൂടും. കുടിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ കൂടണ്ട. ഒരു പൊണ്ണ തടിയുടെ ഭാര്യയാവാനേ എന്നെ കിട്ടില്ല. എന്താ നോക്കണേ? കാണാനോ? കണ്ടു മതിയാവുന്ന വരെ കണ്ണെടുക്കാതെ കണ്ടോണ്ടിരിക്കാം. എപ്പോഴാ മതിയാവുക? ഞാൻ മരിക്കുമ്പോ. ഹലോ രവി. ഹലോ. താൻ എപ്പോഴും ഇങ്ങോട്ട് മാറിയത്? ഇന്നലെ. അല്ല, ഇത് കൊള്ളാമല്ലോ. നൈസ് പ്ലേസ്. അല്ല, ഞാൻ വരുമെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലായി? കൃത്യമായി 2 കപ്പ് കാപ്പി. അയാൾ കുടിച്ചാലേ. നല്ല അസല് കാപ്പി. രവി കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് ഭാഗ്യമുള്ളവളാ. എന്താണെന്നോ, ഒന്നുമില്ല, നല്ല കാപ്പിയൊക്കെ കുടിക്കാമല്ലോ. പോയാ? പോയി. சந்திர, நம்ம உஷாவோட ரவியோட பேருக்கு ஒரு நல்ல படமா பாத்துடுமா? பாடா இடு, பார்த்து எடுக்கணும், நல்லா இருக்கணும். என்ன எடுத்தாச்சா? பாப்போமே. ആഹാ, നല്ല ലക്ഷണപ്പൊരുത്തം. ഇത്രയും നല്ല ജോഡികളെ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടേ ഇല്ല. രേഖാശാസ്ത്രം അനുസരിച്ച്
കഴിഞ്ഞിരിക്കണം. വൈകിട്ടൊരു കാര്യവുമില്ല. വൈകിക്കാതെ നോക്കണം. സത്യം പറഞ്ഞാ ഇപ്പൊ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകേണ്ട കാലമാണ്. കണ്ടോ ശാസ്ത്രം പറയണേ, ഇനി നമ്മളായിട്ട് തെറ്റിക്കും ശരിയല്ല. കല്യാണമോ നടന്നില്ല, ശരി പോട്ടെ. കുട്ടി ഉണ്ടാകുന്ന കാര്യമെങ്കിലും തെറ്റാണ്ട് നോക്കിയാലോ. ഒരാശ കണ്ടില്ലേ? കാര്യമൊക്കെ കൊള്ളാം. ഈ തൊലിപ്പുറത്ത് തുറന്നെങ്കിലേ ആദ്യം ഈ കഴുത്തിലൊരു മിന്നങ്ങ് കെട്ടണം. കാച്ച് പൂകൊണ്ട് പൂമൂടി തേൻ തെന്നൽ നീരാടും പൂക്കാലം. പൂകൊണ്ട് പൂമൂടി തേൻ തെന്നൽ നീരാടും പൂക്കാലം. വിരിച്ചു നീ നിറഞ്ഞു, എന്നിൽ നീ നിറഞ്ഞു. പൂക്കാലം വിരിച്ചു നീ നിറഞ്ഞു, എന്നിൽ നീ നിറഞ്ഞു. പൂകൊണ്ട് പൂമൂടി പൂക്കാലം വിരിച്ചു നീ നിറഞ്ഞു, എന്നിൽ നീ നിറഞ്ഞു. വേദിയിൽ കുളിച്ചൂടുമെന്നതു ചിന്തയും നിന്റെ രൂപം മെല്ലെ തെളിയും. കാലം വിരിച്ചു നീ നിറഞ്ഞു, എന്നിൽ നീ നിറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. രവിയേട്ടന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് എതിര് നിന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചേ, അമ്മ നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ അച്ഛന്റെ കാര്യത്തിൽ ഒരു തരത്തിലും പേടിക്കാനേയില്ലെന്ന്. എന്റെ അമ്മ ഒരു വര വരച്ചാൽ അവിടെ നിൽക്കും അച്ഛൻ. പാരമ്പര്യം തെറ്റിക്കണ്ട കേട്ടോ. ഞാനൊരു വര വരച്ചാൽ വരച്ചാൽ എന്റെ മിസ്റ്ററും അവിടെ തന്നെ നിൽക്കണം കേട്ടോ.
ഇന്ന് വാ വരയ്ക്കാൻ. അയ്യോ, നിങ്ങളുടെ പാട്ടിന് മുഹൂർത്തമൊക്കെ അങ്ങ് നിശ്ചയിച്ചു. എനിക്ക് എന്റെ ചേച്ചിയോട് ചോദിക്കാൻ പറയാനൊന്നും വേണ്ടായിരിക്കും അല്ലേ? അതിന് ഇനിയും ഉണ്ടല്ലോ കുഞ്ഞ്, 2-3 ആഴ്ച. കേറിക്കോ കേറിക്കോ വേണ്ട വേണ്ട, കേറിക്കോ. എന്നാ തള്ള തള്ള. ഫാസ്റ്റ് ഫാസ്റ്റ് തള്ള ഫാസ്റ്റ്. എഞ്ചിൻ ഡ്രൈവർ വാസുവിന്റെ വീട് ഏതാണെന്നറിയാമോ? വാസുവിന് പെങ്ങന്മാരില്ലല്ലോ. ഓ, ഗീതയുടെ അനിയത്തിയായിരിക്കും. അതെ. നേരെ പോയാൽ വർക്ക്ഷോപ്പ് കാണാം. അതിന്റെ തൊട്ടടുത്ത് ഒരു ആഞ്ഞലി മരമുണ്ട്. അതിന്റെ അടുത്താണ് വീട്. ചേച്ചി, ഹായ്. ഉഷേ, എന്റെ കൊച്ചി, നീയേ നിനക്കൊരു കത്തയക്കാനായിരുന്നില്ലേ ഉഷേ വരുന്നവരത്തിന്? ഞാൻ ചേട്ടനെ അയക്കുമായിരുന്നില്ല സ്റ്റേഷനിലേക്ക്. നടന്നു നടന്ന് ദാ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണോ? വീടറിയാണ്ട് നന്നേ വിഷമിച്ചിട്ടുണ്ടാവും. ഇല്ല, നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ മോളെ. ക്ഷീണം ചേച്ചിക്ക. നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു. എന്തോ ഒരു മുടിയുണ്ടായിരുന്ന കൊച്ച, ഇപ്പൊ താ കണ്ടില്ലേ? ആ, കാപ്പി ഇട്ട് ഇരിപ്പുണ്ട്, വാ.
കട്ടൻ കാപ്പിയാ. ഇനി കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കണം. വേണ്ട. ആഹാ, അവിടുത്തെ ഈ തണുപ്പിലും പച്ചവെള്ളത്തിലാ കുളിയൊക്കെ? നന്നായി. എണ്ണ വേണ്ട ചേച്ചി. ആ, അതുകൊണ്ട് തന്നെയാ മുടിയൊക്കെ കൊഴിയണേ. ഒന്നിനോളം പോകുന്ന കൊച്ചിനെ ഉപദേശിച്ചെന്തിനാ? തന്നിഷ്ടം പോലെ ആയിരിക്കും. വഴക്ക് പറയുമ്പോ ചേച്ചിക്ക് അമ്മയുടെ അതേ മുഖമാ. അച്ഛന്റെ പിന്നെ വല്ല വിവരമുണ്ടോ ചേച്ചി? ആ, ബോംബെയിലൊന്നും ഉണ്ടത്രേ. ആ കാര്യം പറയാണ്ടിരിക്കുക കൊച്ചേ പേരൻ. അമ്മ ഉള്ളപ്പോഴേ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നല്ലേ ഇപ്പൊ. എന്തായാലും അങ്ങേരുടെ ഒരു ഗുണവിശേഷം കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാണ്ടായി. നമുക്ക് കണ്ട ആളുകൾ കണ്ടെടുത്തറിയാ ചെയ്യാ. എനിക്ക് ഈറമാറാൻ തുണി വേണ്ടേ? വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, എന്നാ ബാ. അയ്യോ വേണ്ട ചേച്ചി, വയറും വെച്ചോ. ഞാൻ കൊണ്ടുതരാം. ഞാൻ എടുത്തോളാം. ഇടോട്. പക്ഷേ ഉച്ചയ്ക്ക് മുരിങ്ങേനും പരിപ്പും കൂടെ കറി വെക്കട്ടെ. നിനക്ക് കൊതി തീരാത്ത കൂട്ടാനല്ലേ? എങ്ങനെ അനക്കം തോന്നുന്നുണ്ടോ? എപ്പോഴും ഭയങ്കര ചവിട്ടം വഴിയാ. ആള് മഹാകുസൃതിയാണെന്നാ തോന്നണേ. എങ്ങനെ അല്ലാണ്ടിരിക്ക? ചേട്ടന്റെ അല്ലേ സന്തതി. ആളെന്താ മോശമാ? പുറത്തെ പ്രകൃതം കണ്ടാ തോന്നും ആളൊരു പരിക്കനാണെന്ന്. ചില സമയത്ത് ശരിക്കും ഒരു മനുഷ്യത്തെയാ. പക്ഷെ ഉള്ളോണ്ട് പാവമാ. ഞാനെന്ന് വെച്ചാ ജീവന. ആ, എനിക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ദേ, ധൃതിപ്പെട്ട് തിരിച്ചു പോകാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ പ്രസവമൊക്കെ കഴിയട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് കിടക്കട്ടെ. ആ, വാ. നീ വന്നപ്പോ തന്നെ ചേച്ചിക്ക് പകുതി സമാധാനമായി മോളെ. നടന്നോ, ഞാൻ ഇവിടെ വിളിച്ചിട്ട് വരാം. അതെ, ഇല്ലില്ല. ആരാ വന്നിരിക്കുന്നു നോക്കി. എടി കൊച്ചേ. ആഹാ, ഇതാര്? ഉഷയോ? എപ്പോ വന്നു? രാവിലെ. എന്താ കത്തൊന്നും വായിക്കാതെ പെട്ടെന്നിങ്ങനെ? കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ആ, എടുത്തു വെച്ചോ. കഴിഞ്ഞ തവണ കണ്ടാലും കുറെ മാറ്റമുണ്ട് ഉഷയ്ക്ക്. പെൺകുട്ടികളല്ലേ, ചടചടയെന്ന മാറ്റവും വളർച്ചയൊക്കെ. ഇപ്പൊ സ്പിന്നിംഗ് മില്ലിൽ തന്നെയാ ജോലി. അതെ. ആ, ആ.
സന്ധ്യയായപ്പോ തുടങ്ങി പാട്ടും മേളമൊക്കെ. എന്തൊരു ധൃതിയാണെന്നോ, ഗാനഗന്ധർവനല്ലേ. ഇനിയിപ്പോ എത്തും കമ്പനിയൊക്കെ വൈകിട്ടത്തെ അസംബ്ലിക്ക്. പിന്നെ പാതിര വരെ ചീട്ടുകളി, സ്വറപറച്ചിലും കുടി, ഒന്നും പറയണ്ട. ചേട്ടൻ എന്നും കുടിക്കോ? എന്നൊക്കെ തേയിലും കരിയിലുള്ള പനിയല്ലേ കൊച്ചേ, മേലുവമ്പരം ഉണ്ടാവേ. അധികമൊന്നും കുടിക്കില്ല. ഞാൻ പിന്നെ കണ്ടില്ലാന്ന് വെക്കും. ആദ്യം ആകുമ്പോ ഞാനൊന്ന് കണ്ണെടുക്കും, അപ്പം നിർത്തും. ചേച്ചി കുടിക്കൂ? ഞങ്ങള് മാത്രമാവുമ്പോ വല്ലപ്പോഴും ചേട്ടൻ നിർബന്ധിക്കും. നീ ഒരു ഇത്തിരി. ഇങ്ങോട്ട് വന്നേക്ക്. ശരിക്ക് തോർത്തിട്ടില്ലല്ലോ. തിരിഞ്ഞ മേല് മുഴുവൻ വെള്ള. എന്നാ പൗഡർ. പിന്നെ ഉഷ എന്താ പെട്ടെന്ന് ഇങ്ങനെ? എന്താ ഇവിടെ പരിപാടി? അത് കൊള്ളാം. അവള് ചേച്ചി ചേട്ടനും വേണമെന്നല്ലേ? ഭരണാധിക കൊള്ളാം, പക്ഷെ ഇവിടെ തന്നെ കൂടാച്ചാലേ കുഴപ്പമുള്ളൂ. എന്താ ഈ പറയണേ? അവൾക്ക് നമ്മളെല്ലാം ധാരാളല്ലേ. ഇതിനുള്ളവർ തന്നെ നിന്നീരി ഇടവില്ല. അതിന്റെ ഇടയിൽ ഒന്ന് പതുക്കെ പറ, അതൊന്നും സാരമില്ല. വാസുവേട്ടൻ എന്താണ് ഇത്ര താമസിച്ചത്? ഗുഡ് ഈവനിങ് ഗീതച്ചി. ഗുഡ് ഈവനിങ്. സന്ധ്യയാവുമ്പോ ചേക്കാറാഞ്ഞിതാണല്ലോ സ്ഥലം. ഗീതയുടെ അനിയത്തിയാടാ ഉഷ. വന്നു കയറിയപ്പോ പരിചയമില്ലാത്തൊരു മുഖം കണ്ടു. വീട് മാറിയോ സംശയിച്ചു. ഈ കക്ഷിയല്ലേ കൂലൂരുണ്ടെന്ന്? ആ കക്ഷി തന്നെ ഈ കക്ഷി. അവള് ലീവിന് വന്നതാ. അമ്മയ്ക്ക് എങ്ങനെ രാവിലെ വേറെ സുഖം. ഇപ്പോഴത്തെ കാര്യം വീട്ടിൽ ചെന്നാലേ പറയാൻ പറ്റും. ഞാൻ വീട്ടിൽ പോയില്ല, കുത്തനെ ഇങ്ങോട്ട് പോരുമായിരുന്നു. അവിടെ ചെന്നാ പിന്നെ മുങ്ങാൻ പറ്റിയല്ലേ, അപ്പൊ പിടിച്ചിട്ട് അമ്മ അടുക്കളയിൽ. പിന്നെ അതുണ്ടാക്കടാ, ഇതുണ്ടാക്കടാ, തേങ്ങ ചിലവിടാ, ചമ്മന്തി അരക്കടാ. ആഹാ, അപ്പൊ രാമൻകുട്ടി തന്നെ എപ്പോഴും വെപ്പൊക്കെ? വെപ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക, പക്ഷെ തേമ്പാ നേരത്ത് അമ്മ റെഡി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഗീതേച്ചി. പാവ അമ്മയുടെ ഒരു തലവിധിയെ മാവിന്റെ സർവ്വ രുചിയും പോയി കാണും. ഏയ്, ഞാൻ നല്ല രസല് കുക്ക. സാമ്പാറൊക്കെ നല്ല 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 സ്റ്റൈലായിട്ട് വെക്കും ഞാൻ. എടുക്കണേ ഗീതേച്ചി, കുടിക്കാൻ എന്തെങ്കിലും? കാപ്പി മതിയോ? അയ്യോ, സന്ധ്യ കാപ്പി കുടിച്ചാൽ തിരിഞ്ഞു പോകും. ഇതെന്താ പറയണേ? ആ രണ്ട് ഗ്ലാസും കൂടെ പോന്നോട്ടെ. സാധനം ആ ഒരു മിലിറ്ററി ലൈനാ വാർത്തിട്ട്. ആ വർക്ക് ചെയ്ത വരുമ്പോ എല്ലാം കൊണ്ടുവരും. ആ കൊണ്ടുവരും കൊണ്ടുവരും. ഇവിടെ ഇരിപ്പോഴാണ് നക്കിട്ടങ്ങ് പോവും. ഒരു പാർട്ടിയാ കൊണ്ടുവന്നൊരാള്. ആ ഗ്ലാസ്. ഓ സന്തോഷം. ഓക്കെ,
അവര് വരുന്നതാണെന്നും കൂടാ. കുറച്ച് ആ കുടിച്ചോ. ആഹാ, ഞങ്ങൾ വരുന്നതിന് മുമ്പേ തുടങ്ങി. ആ അത് വേണം. ഗുഡ് മോർണിംഗ് സാർ. 5-6 താറാമുട്ടയാ. ഇത് നല്ലോണം മുളകിട്ട് ചിക്കി പരത്തി പൊരിച്ച് കരിച്ചിട്ടു. വർക്കിച്ചേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് പാതിര വരെ ഇരിക്കാനാ പാവെങ്കിൽ നടക്കില്ല. തുടങ്ങി. നിനക്ക് അറിഞ്ഞുകൂടായിട്ടാ ഈ വൈകുന്നേരങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് ഈ വർക്കിച്ചേട്ടയൊക്കെ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ കല്യാണം കഴിക്കാതിരിക്കുന്നത്. ആട്ടെ, 2 ഗ്ലാസത്തിന് വെള്ളം എന്നതാ. രാവിലെ അനിയത്തി വഴിതെറ്റാളിങ് എത്തിയല്ലോ. പിന്നെ ഞാൻ ആ വഴി പറഞ്ഞു കൊടുത്തത്. നല്ലോണം മുളകി ചേർക്കണേ. അപ്പുറത്തോട്ട് പോണം. പിന്നെ തുടങ്ങി. നോക്കിക്കേ കളിയടാ. ഓ, അക്കിച്ചേട്ട പിന്നെ വെള്ളം വേണ്ടല്ലോ. ഇവിടെ കാൽവിടാണ്. ഞാൻ വിട്ടു. തുടക്കത്തിലേ ലക്ഷണപ്പശക. 4-5 കൈ കഴിയുമ്പോൾ ഗുണപ്പെട്ടുള്ളൂ ആശാനെ. കളി ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത്, കളിക്കുന്നതല്ലേ പ്രധാനം. മോളെ ഗീതക്കുട്ടിയെ ഇത്തിരി വെള്ളം. ഈട്ടിടാ അടിച്ചോടാ. ഇത് ഇതോ സംഗീതത്തെ എന്ത് ഗുണസാഗരപ്പോ നാരിമണി ആ പാത്രം നീ ഒന്ന് കഴുകി വെച്ചേക്ക്. ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. എഴുന്നേക്കാനുള്ള പാവൊന്നുമില്ലേ? ഇന്നും പാതിര വരെ ഇരിക്കാന്നാ? ദേ ഞങ്ങള് ഭക്ഷണം കഴിച്ചു. എഴുന്നേറ്റൊന്നും എല്ലാം കഴിക്കാൻ നോക്ക്. ക്ഷമയ്ക്കുണ്ട് രാത്രി. അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. ഒരു കൈയും കൂടി കളിച്ചോട്ടെ. ആ ഇനിയിപ്പോ കൈയും കാലൊക്കെ നാളെ മതി. അവിടെ എഴുന്നേക്കാൻ നേരെ ഒരുപാടായി. എനിക്ക് പോണം. നേരത്തെ ആലോചിക്കായിരുന്നില്ലേ പോണെന്ന്? ആരെവിടെ പിടിച്ചു നിർത്തിയേ? അങ്ങനെ എഴുന്നേറ്റ്. വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ നിർത്തി. ഞാനും എന്റെ വീട്ടില് ഞാൻ മാത്രം.
കേൾക്കണ്ടേ? ഇതിലെ ഒരു എളുപ്പം വഴിയുണ്ട്. കേറി കേറി ഞാൻ പിടിച്ചോളാം. വീഴില്ല. ഇവിടെ ഞങ്ങൾ ചാടിയ രാവിലെ വെറുതെ നടക്കാറിറങ്ങിയതാവും. ഇളം മഞ്ഞത്ത് ഇതിലേക്ക് നടക്കുക ഒരു സുഖമാണ്. ഇതില് നേരെ പോയാൽ പാലപ്പുഴയായി. പാലത്തിന് മുകളിൽ കിലോട്ട് നോക്കിയിട്ടുണ്ടോ? ബഹിരസ കുറ്റി ഒഴിവല്ലേ പോയാ പേടിയാവും. ട്രെയിനും കൂടെ വരുന്നതെന്ന് വെച്ചാ പറയാൻ വേണ്ട. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോയിരുന്നു. ഒരർച്ചന ഉണ്ടായിരുന്നേ. ഇങ്ങനെ ജന്മനക്ഷത്ര എന്ന് വെച്ച് പിറന്നാളൊന്നുമല്ല കേട്ടോ. പിറന്നാളാണെന്ന് വെച്ചാൽ എല്ലാവരും വിളിക്കൂലേ. ജന്മനക്ഷത്രത്തിന്റെ അന്ന് അർച്ചന നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. അമ്മ 14 കൊല്ലം അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നേരത്തെ തന്നിട്ടത്രേ ഞാനുണ്ടായി. അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ അർച്ചനയിലും അമ്പലത്തിലും ഒരു വിശ്വാസമൊന്നുമില്ല. പിന്നെന്താ അമ്മ പറഞ്ഞാൽ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു എന്താ പറയാ ഒരു സെന്റിമെന്റ്സ് അത് നമ്മൾ വേണ്ടേ മാനിക്കാൻ. അച്ഛൻ കൂടി മരിച്ച പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ അമ്മയ്ക്ക് മൂക്കും ചട്ടത്ത ചൂണ്ടി. ഞാനും അതേ പ്രയോഗം കേട്ടോ. ദേഷ്യം വന്ന പിന്നെ കണ്ണു കണ്ടു. ഇതെല്ലാരോടൊന്നുമില്ല, അമ്മയോട് മാത്രം. ഇഷ്ടം തോന്നുക കിട്ടിയാല് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങോട്ടൊന്നും പറയാത്ത ആളാവുമ്പോ പ്രത്യേകിച്ചും. പിന്നെ മൗനം വലിയ വലിയ ആളുകൾക്ക് ഒരു ഭൂഷണമാണെന്നാണല്ലോ ചൊല്ല്. ഇതിലേ പോയാൽ ആ കലിങ്ങിന്റെ അവിടെ 4ാമത്തെ വീടാ എന്റെ. പോട്ടെ പ്രസാദം. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചെന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ആരും പറഞ്ഞല്ല ഇന്ന്. പോട്ടെ.
പുറത്താരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൂട്ടി ആ വിശ്രം കഴിച്ചേ. ആ ജീവന്റെ ചേച്ചി കിടക്കുക. വിശേഷമൊന്നുമില്ല. ഞാൻ നിലമ്പോട്ട് പോവാ. വരാൻ വൈകി. അറിയും. ആ അറിയണം. എന്റെ ഒരു ധൈര്യമില്ലതാവും. ശരിക്കും കിട്ടില്ല. ഉള്ളത് പറയണത്. എന്റെ ഈ പ്രായത്തിന് ഒരുപാട് വെമ്പിളിറങ്ങാൻ ഒരു ലൈനെന്ന് പറഞ്ഞാലുണ്ട്. ഹരീശ്രീ കുടിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ ഒരു പുരുഷൻ ഒരു പെണ്ണിന് മുമ്പ് ഒറ്റയ്ക്കാവുമ്പോ അവിടെയാണ് അവന്റെ ശക്തി കിട്ടേണ്ടത്. ചുമ്മാ വായും പിടിച്ച് കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കൊതയുണ്ടേ പറഞ്ഞത്. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ട് ഇങ്ങ് പോരെ. നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വിലക്കാം. ഞാൻ വരാം, പൈസയും മുടക്കാം. പക്ഷെ ഞാനില്ല. വിലത്തിലൊക്കെ വാസോട്ടായിരിക്കും. ഞാൻ കണ്ടോണ്ടിരുന്നോളാം. നിനക്കറിയോ 15ാമത്തെ വയസ്സിൽ പെണ്ണിനെ അറിഞ്ഞ വേടായില്ല. 15ാമത്തെ വയസ്സ്? അന്ന് തൊട്ട് ഇന്ന് വരെ അക്കാര്യത്തിൽ ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗീത ഇപ്പോ വർക്ക്ഷോപ്പിലാണ്. പക്ഷെ അവിടെയും ഭാഗ്യം എന്നെ കൈവിട്ടിട്ടില്ലാന്ന് കണ്ടോ. തേടി പിടിച്ച് വന്ന് എത്തിയില്ലേ ഉഷ. വളച്ചെടുത്ത് വരാൻ ഇത്തിരി വൈകുന്നേ ഉള്ളൂ. അത് അനിയത്തിയല്ലേ വസ്തുതോ? ആ പിന്നെ 5 സഹോദരന്മാരെ ഒരു വെണ്ണ വെച്ച് പുലർത്തിയ കഥയാണ് നമ്മുടെ പുണ്യപുരാണം പഠിപ്പിക്കുന്നത്. അതിന് വലുതാവേ എന്തോ പറയാൻ പോകാൻ പറയണ. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ചേച്ചി. എന്റെ കൈകൊണ്ട് തന്നെ രവിയേട്ടനെ. എനിക്കതാ സങ്കടം. ഞാൻ കൂടി കയറിയിരുന്നെങ്കിൽ എല്ലാം അതോടെ കഴിയുമായിരുന്നു. കരയാൻ വേണ്ടി മാത്രം എന്നെ ബാക്കിയാക്കി. എന്താ പക്ഷേ നീ പറയണേ? അനുഭവിക്കേണ്ടത് അനുഭവിക്കാണ്ട് പറ്റുമോ? നീ സമാധാനിക്ക്. കരയാതെ കരയേണ്ട കഴിഞ്ഞത് നടക്കാൻ നോക്ക്. ഡേ നീ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ഡേ ചേച്ചി ഒന്ന് കാണട്ടെ.
ഇരന്റെ ചേച്ചി ഡോക്ടറെ കാണാൻ പോയി. എപ്പോ? കുറച്ചു നേരമായി. ഉടനെ വരുന്നാ പറഞ്ഞേ. കാപ്പി എടുക്കട്ടെ? ആ വല്ലാത്ത പുറമേ നാട് നോർക്കാൻ വയ്യ. ഉഷ ഒരു ഉപകാരം ചെയ്യും, ഈ യൂക്കാലിപ്റ്റസ് പുറത്തോട്ട് തന്നിരിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച് ഒന്ന് നന്നായി. അയ്യോ ഇതൊരു വേദനയാണ്. ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച് കുറച്ച് മതിയോ? മതി. ചേട്ടന് കുളിക്കണ്ടേ? കുളിക്കാം. കൊന്നെഴുതിയേ അഴിലെ താലി കാത്തി കപുരവും കാത്തിരുന്നു. കുടുമയിൽ വിഷ്ണു തുണി തന്നെ തിരുമ്മിയിടായിരുന്നു. അത് കീഴ് തിരുമ്മിട്ടോളൂ. അത് സാരില്ല, ഞാൻ തിരുമ്മിയിടാം. ഞാനേ ഓർമ്മിക്കാതെ വല്ലതൊക്കെ പോക്കറ്റിലിടും. അതൊരു പതിവാ. ഇല്ലല്ല ഒന്നുമില്ല. ഉഷയ്ക്ക് എങ്ങനെ ഊരൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ? ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിയാല്. അല്ല, നീ എന്താ ഒറ്റയ്ക്ക് പോയിക്കളഞ്ഞ്? ഉഷയെ കൂട്ടി പോയായിരുന്നില്ലേ? അല്ലെ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. അതിന് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാണ്ടൊന്നും ആയില്ലല്ലോ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? എങ്ങനെയുണ്ടോ നമ്മുടെ സന്തതി? അച്ഛനെ പോലെ തന്നെ മഹാകുസൃതിയാണെന്ന് പറഞ്ഞു. കുളിച്ച് സുന്ദരക്കുട്ടനായിട്ടുണ്ടല്ലോ. പിന്നല്ലാണ്ട്.
അത് കൊള്ളാം. എന്നിട്ട് കൂട്ടാനിരിക്കട്ടെ. നിനക്ക് അയ്യോ നിനക്ക് പഞ്ചസാര വേണമല്ലേ? ഞാനിതങ്ങ് മറന്നു. മധുരത്തൊക്കെ വലിയ പ്രിയമാണല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആപ്പ് കൊണ്ടുവന്നു കൊടുക്കാൻ. ഉണ്ടല്ലോ, വേണോ? അവക്ക് കൂടെ വേണ്ട മതി. ആ അത് പറ്റില്ല. ചേട്ടന്റെയും ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ശരീരമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. നീ എഴുന്നേറ്റ് ഒന്നുകൂടെ കഴിക്കേ. മതി ചേച്ചി. വേണ്ടേ വേണ്ടേ, എന്തിനാ നിർബന്ധിക്കുന്നത്? എനിക്ക് അച്ഛനൊക്കെ വരുന്നേ. എന്താ വിഷയം? കരയാ? എന്താ പറ്റിയേ? നീ വെച്ച് വഴക്ക് പറഞ്ഞോ? ഒന്നുമില്ല. പിന്നെ വരുമ്പോ കാല് റെയിലിൽ തട്ടി വല്ലാണ്ട് വേദനിച്ചു. പിന്നെ കണ്ണിലൊരു കരടും പോയി. അത് ശരിയാ. വല്ലതും ആലോചിച്ച് നടന്നാ താനറിയാതെ തട്ടി വേദനിച്ചെന്ന് വരും. പിന്നെ കണ്ണിൽ കരട് പോയാല് കരഞ്ഞു കലങ്ങാതിരിക്കൂ. അമ്മ പറയാറുണ്ട്, പെണ്ണുങ്ങൾ നുണ പറയുമ്പോ അവരുടെ മുഖത്തിന് ശീല് കൂടുന്നു. എന്തോ ഉഷയുടെ കാര്യത്തില് അത് ശരിയാണെന്നാ തോന്നുന്നത്. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു. അരമണിക്കൂർ ഞാൻ വാതോരാതെ സംസാരിച്ചിട്ടും ഒരക്ഷരം എന്നോട് മിണ്ടില്ല. എപ്പോ നോക്കിയാലും ഒരു വാടിയ മുഖവും കലങ്ങി കണ്ടു. ഇതെന്താ ഉഷ അങ്ങനെ? അല്ല, പറയാവുന്നതാണെന്ന് വെച്ചാൽ എന്നോട് പറയാൻ കേട്ടോ. ശരിയാ, എല്ലാ ദുഃഖവും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് സന്തോഷമുണ്ടല്ലോ. വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാ. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കൂടെ? ഇങ്ങനെ കലങ്ങി കണ്ണുള്ള തൊട്ടാവാടികളെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടാവും. നല്ലത്.
ഗീതേ, ഗീതേ, ചേച്ചി ബാത്റൂമില്ല. എന്താ വേണ്ടേ? രണ്ട് ഗ്ലാസ്. ഹസ്ബൻഡിന് എന്താ ബോണസ് കിട്ടിയോ? ഞാൻ ചെന്നപ്പോഴേക്കും താമസിച്ചു പോയി. ആ ഇനി നാളെയാണോ? ഇനി വെള്ളം കൊണ്ടുവരാൻ പ്രത്യേകം എഴുന്നള്ളിക്കണം. നിനക്കെത്തായി മുഖത്തല്ലേ കണ്ണ്? വേദന വിചാരിച്ചിട്ടോളം നശിപ്പിക്കാൻ പുറപ്പെടുക. കുറെ കൂടുതലുണ്ട് തീയ. ഒരു പാത്രം താഴെ വീണെന്ന് വെച്ച് എന്താ വാസുവേട്ടാ? എനിക്കിതിൽ മൂടില്ല. ഞാൻ പോണു. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇന്നലെ എന്തായിരുന്നു വാസുവേട്ട ഒരുമാതിരി? ആ പെരുമാറ്റവും സംസാരവും എനിക്ക് തീരെ പിടിച്ചില്ല. അതാ ഞാനിപ്പോ ഇറങ്ങിപ്പോന്നെ. മനസ്സിലാക്കേണ്ടത് എത്തി. വാസുവേട്ടനല്ലെങ്കിലും ഒരു ഊച്ചയാ. മനുഷ്യനെയും മാറിനും തിരിച്ചറിയാൻ വയ്യാത്ത വക. അല്ലെങ്കിൽ വേറെ ആടുന്നതാണ് പോട്ടെ. ഉഷയുടെ മുഖത്ത് നോക്കി എന്നോടെങ്ങനെ വായിക്കേണ്ടിയിരുന്നു. കാണിച്ചു കൊടുത്തേ. ഉഷയ്ക്ക് അവിടെ എങ്ങനെ? വല്ലാണ്ട് അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഉഷേന്റെ അമ്മ കണ്ടിട്ടില്ലല്ലോ? ആ, അമ്മ എപ്പോഴും ചോദിക്കും ഉഷയുടെ കാര്യം. ഞാൻ പറഞ്ഞു സമയം കിട്ടാത്തോണ്ടാവും, വീട്ടിൽ ഗീതച്ച് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ. അമ്മ അത് വിശ്വസിച്ചിരിക്കുക. അല്ല, ഉഷയ്ക്ക് ഉടനെ വീട്ടിൽ ചെന്ന് തിരക്കില്ല വെച്ചാൽ ഒന്ന് വീട് വരെ പോവാം. അമ്മയ്ക്ക് അല്ല, ഉഷയ്ക്ക് അമ്മയെന്ന് കാണല്ലോ. ഞാൻ വിളിക്കണു, ഉഷ വരണു, അമ്മയൊന്ന് കാണുന്നു. അതിലെന്താ ആലോചിക്കാനുള്ളത്? അങ്ങോട്ട് പോവന്നെ.
അമ്മേ ടയർ നോക്കിയിട്ട് മണിക്കൂർ ഒന്നായല്ലോടാ. ഇതുവരെ എവിടെ നിരങ്ങായിരുന്നടാ. പോണ്ട. ഈ കുട്ടി ഏതാടാ? ഇത് ഉഷ. ഞാൻ പറയാറില്ലേ ഗീതയ്ക്ക് അനിയത്തി. ഏത് ഗീത? ഓ ഈ അമ്മയ്ക്ക് അറിയാം. എന്നോട് ജോലി ചെയ്യുന്ന വാസുവിന്റെ ഭാര്യ ഗീതയ്ക്ക്. ഈ കുട്ടി എന്നോടാ നിന്റെ കൂടെ വന്നേ? അല്ല അത് ഉഷയുടെയും ഗീതച്ചയുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഉഷയ്ക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് കുറച്ചു ദിവസമായി പറയുന്നു. എന്നോടല്ല, വാസുവേട്ടനോട് പറഞ്ഞേ. വാസുവേട്ടൻ എന്നോട് പറയായിരുന്നേ. ആ അമ്മയ്ക്ക് ശർക്കര വരട്ടി ഉഷ തന്നെ ഉണ്ടാക്കിയാണത്രേ. അമ്മയെ കാണാൻ വരുമ്പോ വെറും കൈയോടെ വരില്ല എന്ന് ഉഷയ്ക്ക് നിർബന്ധം. വേണ്ട വേണ്ട ഞാൻ ആണെന്ന് പറഞ്ഞതാ. കേക്കണ്ടേ? ഉഷ അസലായിട്ട് ഉപ്പേരി ഉണ്ടാക്കും, പാചകം ചെയ്യും. ഗീതച്ച് പറഞ്ഞതാ. എന്താടാ കൊണ്ടാ നോക്കി നിൽക്കുന്നത്? എന്നെ കാണാൻ ആരെങ്കിലും വന്ന ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? എന്നിട്ടേ മൊന്തേ കാപ്പി ഇരിപ്പുണ്ട്, ചൂടാക്കി കൊണ്ടുപോവാ. എനിക്കൂടെ വേണം. കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ശേഖരനോ? വെറും ശേഖരനോ? അല്ല, ശേഖരൻ മേനൻ. ആ അത് ശരി. അപ്പൊ നായരല്ലേ? പോലയിട്ട് കത്തിച്ച് ആ കാപ്പി എങ്ങാനും പോയി ചവച്ചാലുണ്ടല്ലോ. കണ്ട ബാല്യക്കാരി പെണ്ണുങ്ങളെ അടുക്കളേന്റെ അകത്ത് കയറ്റുന്ന എനിക്കിഷ്ടമല്ല. അവൻ കേറട്ടെന്ന്. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, പെറ്റ തള്ളയ്ക്ക് വേണ്ടിയല്ലോ. ഒരു കുറച്ചിലും ഇല്ല അതിന്. ഇല്ലമ്മേ. കായ വറുത്തത് തീർന്നു. 2 ദിവസം മുമ്പല്ലേ വാങ്ങിച്ചത്? 2 ദിവസം. നീ വാങ്ങിയ 2 നേരം കുറിക്കാനുണ്ടായില്ല. പോട്ടേമേ, ചേച്ചി തനിച്ചേ ഉള്ളൂ. എന്നാ ചേച്ചി ശർക്കര വരട്ടി അസലായിട്ടുണ്ട് കേട്ടോ. പാവിന് മുറുക്കം പോരാ. അമ്മേ അല്ല, ഭർത്താവ് വാങ്ങണ്ടേ? ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ഇപ്പോഴത്തേക്ക് ഇതൊക്കെ മതി, നാളെ വാങ്ങാം. അല്ല, നാളെ ചിലപ്പോ അന്തപ്പന കട ഒന്നില്ലാതെ വരും. നല്ലത് വേറെ കിട്ടാനും വിഷമാകും. ഓരോ കാരണം പറഞ്ഞ് തെണ്ടാൻ ഇറങ്ങിക്കും. കണ്ടടത്തൊക്കെ അലഞ്ഞു നടന്ന് പാതിരാകുമ്പോ ഇങ്ങ് കേറി വന്നാലുണ്ടല്ലോ, മേടിക്ക് നീ എന്റെ കയ്യിൽ നിന്ന്. ഞാൻ താന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല, ഉഷയ്ക്ക് വല്ലാതെ തോന്നി. ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയില്ല. ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എന്തിനു നുണ പറഞ്ഞത്? അല്ല, അത് അമ്മ എപ്പോഴും എന്തെങ്കിലും ചവയ്ക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലും ചവയ്ക്കാനുള്ള ഇട്ട് കൊടുത്താൽ പിടിക്കാൻ പറ്റും. അത് ഉഷ ഉണ്ടാക്കാരെന്ന് പറയുമ്പോ അമ്മയ്ക്കൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവില്ലോ. വെറുതെ ഓരോന്നും പറഞ്ഞെടുപ്പിക്കണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ചായ ഇവിടെ ഉണ്ടാക്കാൻ അറിയില്ല. നീ എപ്പോഴാ ഇതൊക്കെ പഠിക്കാ? സാരമില്ല, പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊരു എക്സ്പെർട്ട് കുക്കാണേ. തിരുമ്പരുത്, വെട്ടി തുറന്നോളൂ. തുറക്ക്. തിരുമഴേ തുറക്ക്, പതുക്കെ നോക്കട്ടെ. എടുത്തരാം, ഇപ്പൊ എടുത്തരാം. ഒന്ന് കൂടാ. തുറക്ക്, തുറക്കെ.
ആ ഫസ്റ്റ് പാർട്ടി തുടങ്ങിയോ? അതുകൊണ്ട് ദൈവമേ, അമ്മയുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കിടക്കാൻ പറ്റ പാടേ. ചേച്ചി ഒരു ഗ്ലാസ്, പിന്നെ കുറച്ച് അച്ചാറോ മുളകോ കുറിക്കാൻ എന്തെങ്കിലും. അതായത് ബാറും ഹോട്ടലൊന്നുമല്ല, വീടാണ്. ഇവിടെ പെണ്ണുങ്ങളുണ്ട്, എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. വേണ്ട, വിസ്തരിക്കൊന്നും വേണ്ട. ഓരോ ഓമാരി കയറി വന്നോളും. രോഹിയും പറഞ്ഞു കണ്ടില്ലാന്ന് അടിക്കുമ്പോൾ തോലെ കയറിയിരുന്ന ചെവിലിന്റെ മേലായി തൊഴി കയറി പോയത് പറഞ്ഞില്ല. വന്നു വന്ന് ഒറ്റയ്ക്ക് ഇതിന് കുടി തുടങ്ങി. പിന്നെങ്ങനെ മനുഷ്യനെ കണ്ടാ തിരിച്ചറിയാം? ബോധം ഉണ്ടാവണ്ടേ? മതി കുടിച്ചത്, ഇനിയിപ്പോ കുടിക്കണ്ടെന്നേ. വേണ്ട. ഞാൻ പോവാണ്, നിങ്ങളെ വീടായിപ്പോയി. ഓ അല്ലെങ്കിൽ നീ എന്നെ കൊലത്തു പോരാങ്ങി. പക്ഷേ പോട്ടെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ചേട്ടൻ നിന്ന് കലിയുള്ള ദിവസം നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വേണ്ട, വിശക്കുന്നില്ല. ചേച്ചി കഴിച്ചോ? ഞാൻ വന്നതുകൊണ്ട് ചേച്ചിക്കും സങ്കടത്തിന് കാരണമായി. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേട്ടന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? എന്റെ തലയിലെടുത്ത് ഞാൻ അനുഭവിച്ചെന്ന് തീർക്കണം. നീയേ ഉള്ള എനിക്കൊരാശ്വാസം. ആരാ? ഉഷയോ? വരിയ വരിയ. അമ്മ ഉറങ്ങാതിരിക്കുന്നു വിചാരിച്ചു. പകൽ ഉറങ്ങണ ശീലം എനിക്കില്ല. ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ പിത്തം പിടിച്ചിരിക്കുമ്പോഴാ ഉറക്കം വരിക. വായിക്കാനും കുറിക്കാനും ഉള്ളിടത്തോളൂ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഉഷ ഇവിടേക്കായിട്ട് ഇറങ്ങിയത് അല്ല, ഇതിലൊരിടം വരെ പോകാനുണ്ടായിരുന്നു. വന്നിടത്തോളം കൊണ്ടൊരു സഹായം ചെയ്യും. ആ മൊന്തയിലെ വെള്ളവും നിങ്ങൾക്ക് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ചെറുക്കം പോയിട്ട് നാഴി എത്രയായി? എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്ര ധൃതി? ചേച്ചി ഒറ്റയ്ക്ക. ഇന്നലെ രാമൻകുട്ടിക്ക് വല്ലാണ്ട് വിഷമമായിട്ടുണ്ടാവും. ഉഷയും ഞാനും അതോർത്ത് ഒരുപാട് കരഞ്ഞു. അത് പോട്ടെ ചേച്ചി, സാരമില്ല. എന്നെ തല്ലിയതിലോ അത് രാമൻകുട്ടി കണ്ടതിലോ എനിക്ക് വിഷമമില്ല. ചേട്ടന്റെ സ്വഭാവം കുറെയൊക്കെ രാമൻകുട്ടിക്ക് അറിയാലോ. പക്ഷേ ഉഷയുടെ കാര്യം ഓർക്കുമ്പോഴാ കൂന്നിരുന്നാകെ തകർന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവൾ എന്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. എന്നിട്ട് ഇവിടെ അവളാണെങ്കിൽ ഒരു ശുദ്ധ പാവം രാമൻകുട്ടി. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരാളിന്റെ അടുത്ത് അവളെ ഏൽപ്പിച്ചാലേ എന്റെ മനസ്സിനൊരു സമാധാനാവും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ചൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്താ രാമൻകുട്ടിയോട് ഇതൊക്കെ പറയുന്നേ. ദേ, ചേട്ടനോടുള്ള ഗൗരവം ഉഷയോടും ചേച്ചിയോടും തോന്നരുത് കേട്ടോ. ഒരിക്കലുമില്ല.
ഞാനിപ്പോ വീട്ടിൽ പോയിരുന്നു. പക്ഷെ ഇന്നലെ വല്ലാതെ വിഷമിച്ചു എന്ന് ഗീതേച്ചി പറഞ്ഞു. വാസുവേട്ടൻ ത്യാഗത്തൊരു മൃഗമാണ്. പകരം പറയാനോ കാണിക്കാനോ എനിക്കറിയാഞ്ഞിട്ടല്ല. ഉഷയെ ഓർത്ത്, ഗീതേച്ചി കൂടെ ഓർത്ത് ഞാൻ അപ്പൊ ക്ഷമിച്ചതാ. അതുപോട്ടെ, സാരില്ല. അതോ ഉഷ ക്ഷമിക്കണ്ട. രാമേട്ടൻ അറിഞ്ഞൂടാ, ചിലര് ജനിക്കുന്നതേ കരയാനായിട്ട. എന്റെ കണ്ണീര് തുടച്ചാലും തീരില്ല. എന്നും വേദനിക്കാനാ എനിക്ക് വിധി. ഗീതേച്ചി പറഞ്ഞെനിക്കറിയാം ആരെ പകർന്ന ഉഷയുടെ വന്നതെന്ന്. എവിടെയെങ്കിലും സമാധാനം കിട്ടുന്നു കരുതി ഞാൻ എവിടെ പോയാലും. അത്രയ്ക്കൊന്നും സങ്കടപ്പെടാനില്ല. കുറെയൊക്കെ ഉഷയുടെ തോന്നല. തോന്നലല്ല രാമോട്ട, അനുഭവമാണ്. ഞാൻ എന്റെ ജീവിതം ഇങ്ങനായിപ്പോയി. എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആർക്കും പറ്റുമില്ല. പറ്റുമെങ്കിലോ? ഉഷയ്ക്ക് ഞാനുണ്ട്. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ കലങ്ങിക്കാണരുത്. എത്രയോ നാളായി ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, പറയാൻ കഴിയാണ്ടേ. ചൊല്ലാതെ
ആ വാസു ഉണ്ടല്ലോ, അവനാളൊരു ഊച്ച നായ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും തൊഴിക്കുന്ന ചില കണ്ണുണ്ടല്ലോ, അതാണ് അവന്റെ പ്രകൃതം. ആ സമയവും സന്ദർഭവും നോക്കി ഞാൻ അവനോട് പറഞ്ഞു നോക്കാം. എന്തായാലും ഉഷ നിനക്ക് പറ്റിയ പെണ്ണ. ഏയ് അത് വേണ്ട, നിന്റെ കല്യാണത്തിന് ദല്ലാള് പറയാൻ പോകാൻ വേണ്ടി ഇനി പട്ടവല്ല. നോക്കിയിരിക്കാതെ ഗ്ലാസം കാലിയാക്കണം. എടാ വാസു ഇതിലൊരു പ്രശ്നമല്ല. ഉഷയ്ക്ക് സമ്മതമല്ലേ, ഗീതയ്ക്ക് സമ്മതമല്ലേ, പിന്നെ എന്ത് നോക്കാനാടാ? അവൻ എന്താ ഇതിൽ കാര്യം? രാമൻകുട്ടി, നീ ആദ്യം നിന്റെ അമ്മയെ കയ്യിലെടുക്ക. അത് പിന്നെ എന്റെ അമ്മയല്ലേ? അങ്ങോട്ട് ചെല്ല്. അതെന്താ ഉരുപ്പടി? കയ്യോ കാലോ പിടിച്ച് അതിന്റെ സമ്മതം വേണം. ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. വാസുവിന്റെ വീട്ടിലെ കളിയും കുടിയെല്ലാം മുടങ്ങിയ പിന്നെ സന്ധ്യക്കൊന്നും ഒരു നിറവില്ലടാ മോനെ. ചേട്ടാ, അന്വേഷണം ചോന്നള്ളി. ആ അത് നല്ലതാ. നല്ലൊരു കാര്യം പറയാൻ ചെല്ലുമ്പോഴേ നല്ല പട്ട മുളക്കണം. അമ്മേ, ഈന്തപ്പഴം ആലുവായി ശിവരാത്രി മണപ്പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചതാണ്. എന്താണ് അതിന്റെ നാരണേ? ഉള്ളി, ചോന്നുള്ളി. ജോലിയും കഴിഞ്ഞ് വരുമ്പം 2 കഷ്ണം ചോന്നുള്ളി കഴിച്ചാൽ ക്ഷീണവും മേലുമ്പരവും ഉണ്ടാവില്ല എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അമ്മേ, അമ്മോ, ഉഷ പിന്നെ കൊണ്ടാൻ വരി ഉണ്ടായോ? അവളെന്തിനാണ് എപ്പോഴും ഇവിടെ വരുന്നേ? ഇല്ല, വരേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ ചോദിക്കായിരുന്നേ. അമ്മേ, അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഒന്നുമില്ല, കുറെ നാളായില്ലേ അമ്മ പറയുന്നു. എന്നാ പിന്നെ അമ്മയുടെ നിർബന്ധത്തിന് സമ്മതിക്കാം. എത്ര നാളെന്ന് വെച്ചാ പാവം അമ്മ ഇങ്ങനെ ഒറ്റ കഷ്ടപ്പെടുന്നു. ഞാൻ ഞാൻ കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്ക. എന്റെ ഗുരുവായൂരപ്പാ, ഇന്ന് എന്ത് പറ്റിയോ എന്റെ ചെക്കൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു. എനിക്കെല്ലാം ഒരു ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, അമ്മയുടെ ഒരു ആഗ്രഹമല്ലെന്ന് കരുതിയാ. ആ, നാളെ തന്നെ ആ ശങ്കരപ്പിള്ളയ്ക്കൊന്ന് എഴുതണം ഇത്രടം വരാൻ. അത് ശങ്കരപ്പിള്ള എന്തിനാ? അല്ലാണ്ട് പിന്നെ ഈ വയ്യാത്ത ഞാനാ എല്ലാറ്റിനും ഓടി നടക്കാൻ. കഴിഞ്ഞ വിഷുവിന് വന്നപ്പം അയാൾ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ, നമ്മുടെ മുല്ലപ്പറമ്പിലെ ഗോവിന്ദമേനോന്റെ അദ്രവൾ ശ്രീദേവി, നല്ല കുട്ടിയാത്രേ. അല്ലമ്മേ, അത്ര ദൂരെയൊന്നും പോകേണ്ട തന്നെ, ഇവിടെ അടുത്തെങ്ങാനും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുകയോ? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ അമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത്. അല്ലാണ്ട് രാമൻകുട്ടി, അത്രയ്ക്കൊന്നും വേണ്ട. നിന്റെ മനസ്സിന് ആരെയാ ഇഷ്ടപ്പെടുക എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. അതെ, എന്നാലും ഒരെന്നാലുമില്ല. നീ ഒരു പാവമാ, ഇളം മനസ്സാ നിന്റെ. ആരെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാ മതി, അവിടെ വീണോളും. അതൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. അമ്മ ഇഷ്ടപ്പെടണു, അമ്മ തീരുമാനിക്കണു, അല്ലാണ്ട് പിന്നെ. അല്ല, ഞാനീ ഡ്യൂട്ടിക്ക് അവിടെ ഇവിടെ പോകാനിടയില്ലേ എന്റെ ഇഷ്ടത്തിന്, അമ്മയുടെ ഇഷ്ടത്തിന് കറ്റണ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ഒന്ന് ഓർത്ത് നോക്കായിരുന്നേ. ഭാരിച്ച കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട. നീ അടുക്കളയിലോട്ട് ചെന്നേ. അന്വേഷണവും തീരുമാനവും ഒക്കെ ഞാൻ ആയിക്കൊള്ളാം. ചെല്ലേ. നീ അമ്മ എന്നാലും എന്റെ അച്ഛോ, ഉള്ള നേരത്ത് സർവ്വഴിവാക്കി രക്ഷപ്പെട്ടല്ലോ. ഇതിനെ അനുഭവിക്കാനും സഹിക്കാനും എന്നെ ഒറ്റക്കാക്കിച്ച് ഇപ്പൊ സമാധാനമായില്ല. എന്താണ് അവിടെ? തേങ്ങാക്കൊല. ഒന്നുമില്ല. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നല്ല കാലത്ത് അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുപ്പായത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കൂടെ വരത്തില്ലായിരുന്നു. നല്ലൊരു ചാൻസ് വെറുതെ കളഞ്ഞില്ലേ. രാവിലെ കുളിച്ചോ? കുളിച്ചാലേ പ്രസാദം തൊടാൻ സമ്മതിക്കും. കുളിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഈ മനസ്സിൽ എവിടെ ആയിരിക്കും. തൊടി.
പ്രസാദത്തിന് വല്ലാത്ത കുളിർമ ദേവി തന്നെ നേരിട്ട് വന്ന് തെളിയിച്ച പോലെ. ആവോ, ഈ കടയിലെ കലക്കന്മാരും തെളിഞ്ഞു കണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഈ മുണ്ടും നേരം എടുക്കുമ്പോ ഉഷയെ കാണാനൊരു ചേല. ഈ വേഷത്തിൽ അമ്മ കാണണ്ടിരുന്നു ഇലച്ചിന്തിരി പ്രസാദമായിട്ട്. എങ്കിലപ്പ വേണേനെ. ഉഷയുടെ കൈക്ക് പഞ്ഞി പോലെ. എന്താ നോക്ക്, അടുക്കള തേങ്ങ കഴുകിയിട്ടും വണ്ടി ഓടിച്ചിട്ടും എന്തൊരു തകമ്പ. അമ്മയോട് ഞാൻ വിവരം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അല്ലിപ്പോ എന്റെ ഒരു ഇഷ്ടം അങ്ങനെയാന്ന് വെച്ചാ അമ്മ എതിർക്കൊന്നുമില്ല. അല്ലിപ്പോ എതിർത്താൽ തന്നെ എന്താ, നമ്മുടെ മനസ്സിലായാലും നമ്മളല്ല തീരുമാനിക്കാൻ. പിന്നെന്താന്ന് വെച്ചാ അമ്മയ്ക്ക് ഭയങ്കര മുൻകോപാണേ. അതേ പറയണമെന്നാ എനിക്കും. വാശി പിടിച്ചാൽ തന്നെ ഞാൻ മുന്നും പിന്നും നോക്കൂല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെയായാലും എനിക്ക് ഉഷയെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഉഷയ്ക്കോ അത് പിന്നെ പറയാനുണ്ടല്ലേ? എങ്ങനെയാ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ? ഗീതജി നമ്മുടെ ഭാഗത്താ, അതെനിക്കറിയാം. പക്ഷെ വാസുവേട്ടൻ അങ്ങനെ ശരിയല്ല. ഉഷേ, അങ്ങനെ എനിക്കറിയാവുന്ന മാതിരി മറ്റൊരാൾക്കും അറിയില്ല. അങ്ങനെ എങ്ങനെ ഇപ്പോ ഉഷയോട് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? രാത്രി ഒരു കരിയിൽ അനങ്ങുന്ന ശബ്ദം കേട്ട ഞാൻ ഞെട്ടി എഴുന്നേക്കും. ചിലപ്പോ തോന്നും ഇവിടെ വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ. എന്തായി പറയണേ? ഓടിപ്പോയി? എന്റെ കാര്യം ഓർത്തിട്ടല്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. ഇയാളുടെ പെരുമാറ്റം ചേച്ചി എങ്ങാനും അറിഞ്ഞാൽ, അതും ഇങ്ങനെ ഇരിക്കുമ്പോ ചേച്ചിക്ക് അത് താങ്ങാൻ കൂടി പറ്റില്ല. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവും. ഞാനല്ലേ പറയുന്നേ, കുട്ടികളെ പോലെ ആയാലോ. ശരിക്കും ആ വാസുവേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. അല്ല, കാര്യേറെ കുറെ നിനക്കും അറിയാവുന്നതേ ഉള്ളൂ. രാമൻകുട്ടി കുറച്ച് ദിവസമായി എന്നോടൊന്ന് പറയും. ഉഷയുടെ കാര്യത്തിൽ അവനൊരു ആഗ്രഹം. ഉഷയ്ക്കും അത് സമ്മതമാകാനേ തരവുള്ളൂ. ഉഷയ്ക്ക് ആലോചിക്കാനും പറയാനും ഗീതയും പിന്നെ നീയല്ലേ ഉള്ളൂ. നീ തന്നെ മുൻകൈയെടുത്ത് അത് നടത്തും. രാമൻകുട്ടി നാട്ടിലിങ്ങനെ ആണുങ്ങളെ കിട്ടാൻ ഉഷയുടെ കാര്യം എപ്പോഴാണെന്നൊക്കെ ഞാനാണ് ഉള്ള രോഗിയും കളഞ്ഞു വിളിക്കാതെ ആശാശന്റെ പാടില്ല.
നല്ലൊരു കാര്യം പറയുമ്പോ ഇടങ്കേടി നിൽക്കുന്ന എന്താണ്? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്കെന്താ? അനിയത്തിയല്ലേ, വേറെ ആരും ഇല്ലാത്തതല്ലേ എന്ന് കരുതി വീട്ടിൽ നിർത്തി പോറ്റുമ്പോ അവർക്ക് ഇഷ്ടം കൂടെ ആ നാറി മാത്രമേ കിട്ടിയുള്ളൂ. എന്നിട്ട് എന്റെ കുറ്റം കുറവും അവന്റെ അടുത്ത് നിന്ന് വിസ്തരിക്കുന്നു. എന്റെ സ്വഭാവം അവർക്കൊക്കെ അറിയാഞ്ഞിട്ടാ. ഉഷേ, ഗീതയുടെ അനിയത്തിയ. എതിർക്കാനും നടത്തിക്കില്ല എന്ന് പറയാനും നീ ആരാടാ? ആശാനൊന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമല്ല. തുടക്കത്തിലെ ഞാൻ എതിർത്തതാ, ഇനി എതിർക്കാൻ തന്നെയാ ഭാവം. ഡോക്ടറെ കാണാൻ പോയതാ. ഉഷേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ കൂനൊരുക്കാൻ അഴിഞ്ഞാടിയ കഥ എല്ലാവർക്കും അറിയാം. ഇവിടെ ഏതാ ഭാവം എന്ന് വെച്ചാല് എന്റെ മട്ട് മാറും. എനിക്ക് ഇവിടെ മാനമര്യാദയായിട്ട് കഴിയണം. ഇവിടെ താമസിച്ച് എന്റെ ചോര കൊണ്ടോട്ട് കണ്ടവന്റെ കൂത്താവാൻ പറ്റില്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? ആ തന്തയുടെ അല്ലേ ഏനം പലരെ പഠിപ്പിച്ച കാശ് കൊണ്ട് മക്കളെ വളർത്തിയ ആ പാരമ്പര്യമല്ലേ കാണിക്കൂ. അനാവശ്യം പറയരുത്. നിന്റെ ചാട്ടു വിളക്കൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞേക്കാം, മേലെ പഠിച്ചു പുറത്തിറങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേ, എന്താണ്? അമ്മേ, ആ ശങ്കരപ്പിള്ള പറഞ്ഞ കുട്ടിയുടെ കാര്യമൊന്നും ആലോചിക്കണ്ട. ആലോചിക്കാണ്ട് പിന്നെ ഞാനൊരു കുട്ടിയെ അമ്മ അറിയും. അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഉഷ, എടാ ചെറുക്ക, നിന്നെ 10 മാസം വയറ്റിലിട്ട് പെറ്റു വളർത്തിയോളാം ഞാൻ. എടാ, നീ വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാന്ന്. ഒരു കാര്യമില്ലാതെ അന്ന് ആ പെണ്ണിനെ ഇവിടൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയത് എന്തെങ്കിലും തോന്നിയവാസത്തിനാ പുറപ്പാടെന്ന്. അതേ, എന്റെ മോൻ ആ പൂതി അങ്ങ് മുളയിലേ നുള്ളിയത്. ഈ അമ്മ കണ്ട നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ പെണ്ണ. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലാലിങ്ങനെ വല്ല തോന്നിയവാസം എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്താ അവളെ വിളിച്ചോണ്ടെങ്കിൽ പോരും. ഞാൻ ചത്തുകളെ. ചത്തോടാ, അച്ഛനില്ലാത്ത നിന്നെ ഒരു കുറവ് അറിയിക്കാതെ ഇത്രയും നാള് വളർത്തിയില്ലയോ? ആ, എന്നെക്കാളും വലുത് ഇന്നലെ നിന്നെ നോക്കി ഇളിച്ച ഒരു പെണ്ണാണെന്ന് വെച്ചാ പിന്നെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ചത്തോ? സത്യമായിട്ട് ഞാൻ ചത്തുകളെ. പോയി ചത്തോടാ. അമ്മയുടെ മോന്നല്ല ഞാനും. എനിക്ക് വേണ്ടി വാശി. ചാവും പറഞ്ഞാൽ ചാവും. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? ചത്തു തൊലഞ്ഞോടാ. ഇപ്പൊ കാണിച്ചതാ ഞാൻ. ഈ മുറിയില് ഈ വളയത്തിൽ കെട്ടിത്തൂക്കിച്ചാണ് ഞാൻ. ജീവിച്ചിരുന്നിട്ട് വെറ്റ തള്ളയ്ക്ക് പോലും ഗുണമില്ലാത്തവൻ എങ്ങനെ ചത്താലെന്താ? കോണം ചേർന്നായിട്ട് മോഹിക്കും. കയറി കിട്ടി. ഇനി സ്റ്റൂൾ വേണം. അതുകൂടെ ഉണ്ട്. നല്ല ബലമുള്ള കയറാ. തൂക്കിയ 1 മിനിറ്റ് തികച്ചു വേണ്ട.
ഞാൻ കയറി തൂങ്ങി പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്നത് എന്റെ അമ്മ കാണണം. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മ സന്തോഷിക്കണ്ട. ഒറ്റ കൊള്ളല്ല ഞാൻ. ആയുസിൽ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് സമ്മതിക്കാൻ കൂട്ടാകാത്ത അമ്മ മകൻ മരിക്കുന്നത് കാണണം. സ്വന്തം മകന്റെ ആഗ്രഹത്തെക്കാളും വലുത് തന്റെ വാശിയാൽ വരുന്ന അമ്മയുടെ മോനായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാകുക. എന്റെ പൊന്നുപോര്, ഇതിനാണോ നിന്നെ ഞാൻ തലയിലും തലയിലും വെക്കാതെ വളർത്തി? നീ അമ്മയിട്ടു പോവില്ല. വാസുവേട്ടൻ എതിർക്കാൻ തന്നെ ഭാവമെന്ന് വക്കേശം പറഞ്ഞു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ഞാൻ എന്ത് ദ്രോഹ വാസുവേട്ട ചെയ്തു? ഉഷയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ. പിന്നെ വാസുവേട്ടൻ എന്താ? നിന്നെപ്പോലെ ഒരുത്തൻ്റെ അവളെ പറഞ്ഞയക്കാൻ മനസ്സിലാഞ്ഞു, അത്ര തന്നെ. വാസുവേട്ട, അതേടാ, ആരും കെട്ടാണ്ട് മൂത്ത് നിറച്ച് വീട്ടിലിരുന്നാലും നിന്റെ കൂടെ അവിടെ അയക്കാൻ പോണില്ല. അത് ഉഷൂടെ തീരുമാനിക്കണം. നോക്കൂ വാസുവേട്ട, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ലേലും കുറെ കാലം നമ്മൾ നടന്നതല്ലേ. എതിർക്കുന്നെങ്കിലും എതിർത്തോ. എതിർത്താൽ ക്ഷമിച്ചുകൊണ്ട് അവര് ജീവിച്ച ഓർത്തിട്ടാ. കുടുംബം കലക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല.
അത് കൊള്ളാം. എന്നിട്ട് അത് മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ചു തീർത്തോ? അത് തീർന്നു കഴിഞ്ഞപ്പോഴേ അറിഞ്ഞത്. ഒന്ന് അറിയിച്ചേച്ച് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കായിരുന്നു. ഓ അത് സാരൻ. ഇരിക്ക കുട്ടികളെ. വേണ്ടമ്മേ, ഇവിടെ നിന്നോളാം. ആ അപ്പൊ എന്താന്ന് വെച്ചാ, എനിക്കൊരൊറ്റ മോനാ രാമൻകുട്ടി. അവന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാ അതെന്റെയും കൂടി ഒരു ആഗ്രഹമാണ്. ഇനി ഇപ്പൊ ആരോടും ആലോചിക്കാനും വിസ്തരിക്കാനും നിൽക്കണ്ട. വാസവും കൂടി വന്നിട്ട് നല്ലൊരു മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാ നോക്കുക തന്നെ. എന്താ ഗീതേ? എന്റെ കൊച്ചിന്റെ ഭാഗ്യം എല്ലാം അമ്മ തീരുമാനിച്ചാ മതി. ആ വന്നല്ലോ. ഇപ്പൊ പറഞ്ഞു നാവെടുത്തതേ ഉള്ളൂ. അങ്ങോട്ടിരുന്നേ, കാപ്പൊടിച്ചോണ്ട് സംസാരിക്കാമല്ലോ. ഉഷയുടെയും രാമൻകുട്ടിയുടെയും കാര്യം പറയായിരുന്നു. വാസുവിനെ എല്ലാം അറിയാമല്ലോ. വാസുവിന്റെയും കൂടെ സൗകര്യം നോക്കിയിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാൽ നിശ്ചയിക്കുക തന്നെ. എന്താ ആരെയൊക്കെ വിളിക്കാൻ കിടക്കുന്നു, എന്തൊക്കെ ഒരുക്കാൻ കിടക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒന്നല്ലേ ഉള്ളൂ. ഒന്നിനും ഒരു കുറവും വേണ്ട. അമ്പലത്തിൽ വെച്ച് കല്യാണം, സത്രത്തിൽ വെച്ച് സദ്യ. പരമേശ്വരൻ നായരെ ദേവന്നക്കാരി അങ്ങോട്ട് ഏൽപ്പിച്ചാ പിന്നെ ആ ഭാഗത്തേക്ക് കടക്കണ്ട. ആ ഇനിയിപ്പൊ തുണി എടുക്കാൻ പോണം, പണ്ടം എടുക്കാൻ പോണം. എല്ലാറ്റിനും കൂടി ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ. അവനെ ഏൽപ്പിക്കാമെന്ന് വെച്ചാ ഒന്നും ഒരു തുമ്പും പാലും ആവൂല. പോരാത്തതിന് അവന്റെ ഒരു കാര്യത്തിന് അവനെ തന്നെ ഓടിക്കാന്ന് വെച്ചാ അതും ശരിയല്ലല്ലോ. വാസു ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ വാസുവിന്റെ അഭിപ്രായം? അത് ശരിയാവില്ല. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത്ര തന്നെ. മേലാളി ബന്ധത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അവനെ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കി വിട്ടതാ. അമ്മയുടെ മാനം കളഞ്ഞു കുളിച്ചില്ലേ നീ? നിന്റെ അച്ഛൻ പോലും എന്റെ മുഖത്ത് നോക്കി ഉറക്കി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നിന്റെ വാക്കും കേട്ടിറങ്ങി പുറപ്പെട്ട എന്നെ വേണം പറയാൻ, അല്ലാണ്ട് പിന്നെ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടാവേണ്ടത്? ആ വാസു എന്റെ മുഖത്ത് നോക്കി ഇറങ്ങി പൊക്കളാൻ പറഞ്ഞു. നിനക്ക് അവളെ തരാനാണെന്ന് മനസ്സില്ലെന്ന്. എന്താ പതിയോ? ഇതും കേട്ടിട്ട് മീറ്റിങ്ങിനെ നിൽക്കാ നീ? എന്റെ ഗുരുവായൂരപ്പ, ഇതെന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. പോയി വിളിച്ചറിയുന്നുണ്ടോ ആളവളെ? പിന്നാലെ മണപ്പിച്ചോണ്ട് നടന്നാ പോരാ, വിളിച്ചിറക്കി കൊണ്ടുവരാനും വേണം ഒരു മിടുക്ക്. ആണുങ്ങളോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന അവനൊന്ന് അറിയട്ടെ. ഉഷേ, ഉഷയെ വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്.
ഒളിച്ചും പഠിക്കുന്നതല്ല, എല്ലാവരും അറിഞ്ഞോണ്ട് തന്നെ. അനുവാദം തരാൻ അവകാശമുള്ള ഗീതച്ചോട് ചോദിച്ചിട്ട് തന്നെ. അകത്തു പോ, അവിടെ നിൽക്ക, അങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്ക. കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. നിങ്ങളോർത്തല്ല, ഒന്നും അറിയാത്ത പാവം എന്റെ ചേച്ചി ഓർത്ത്. ചേച്ചിക്കറിയില്ല, ഇവിടെ വന്നു കയറി അന്ന് മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ കൊണ്ട് സഹികത്ത് ഉഷ ഇവിടെ ഓടിപ്പോകാൻ വരെ തുനിഞ്ഞതാ. ഗീതച്ചയെ ഓർത്ത്, ഗീതച്ചയെ മാത്രം ഓർത്ത് ഇത്രയും കാലം ഞങ്ങൾ ഒളിക്കുകയായിരുന്നു. ഇയാളുടെ മനസ്സിൽ ഇപ്പൊ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യ അനിയത്തിയും ഒരുപോലെ നടന്നു. ആ ഒറ്റ ഉദ്ദേശമുള്ളതുകൊണ്ടാ ഇയാൾക്ക് ഇത്ര എതിർപ്പ്. എന്റെ ദൈവമേ, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, എന്തായത്? ഗീതജി,